ഹായ് ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു 1 ഡേ ഹെൽത്തി എഗ് ഡയറ്റ് പ്ലാനാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ഒപ്പം ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ മീൽ പ്ലാൻ കൂടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ കൂടെ മറക്കല്ലേ. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രിങ്ക് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് 156 കാലറി അടങ്ങിയിട്ടുള്ള 2 ബോയിൽഡ് എഗ്സും ഇതിൻ്റെ കൂടെ അരക്കപ്പ് ബോയിൽഡ് ചിക്ക് പീസ് കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതുമാണ്. കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കഴിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് ആപ്പിൾ 50 കാലറി അടങ്ങിയിട്ടുള്ളതുമാണ്. ടോട്ടൽ 351 കാലറിയുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എഗ്സ് മാത്രം കഴിക്കാതെ പ്രോട്ടീനും ഫൈബറും ഫ്രൂട്ട്സും എന്നിവ കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ കൂടുതൽ നേരം വിശപ്പ് കൺട്രോൾ ചെയ്യാനും ഡൈജഷൻ സ്മൂത്ത് ആക്കാനും ബെറ്റർ ഓപ്ഷൻ കൂടിയാണ്. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് 376 കാലറി അടങ്ങിയിട്ടുള്ള ബോയിൽഡ് എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുത്ത് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതും എരിവിനാവശ്യമായ പച്ചമുളക് കൂടെ ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒനിയൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബോയിൽഡ് കോണ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ക്യാപ്സിക്കം ഒക്കെയാണ്. മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ബോയിൽ ചെയ്തെടുത്ത 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വേവിച്ചെടുത്ത ഹാഫ് കപ്പ് ബസ്മതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചില്ലി ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ബോയിൽഡ് എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർ ലഞ്ചിൽ റൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ പോർഷൻ കൺട്രോൾ ചെയ്ത് ലൈക്ക് റൈസ് കുറച്ച് പോർഷനിലും പ്രോട്ടീൻ കൂടുതലുള്ള എഗ്ഗും വെജിറ്റബിളും ചേർത്ത് കഴിക്കുകയും ചെയ്താൽ നമ്മുടെ മീല് കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഇതിന് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ലഞ്ചിന് 2 ബോയിൽഡ് എഗ്സ് വിത്ത് വെജിറ്റബിൾ സാലഡ്സ് കഴിക്കാം. വെജിറ്റബിൾ ചീലാസ്, മില്ലറ്റ്സ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ 221 കാലറി അടങ്ങിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ബോയിൽഡ് എഗ് സാലഡാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ 4 ഡ്രൈഡ് ചില്ലി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇടികല്ലിന് പകരമായിട്ട് മിക്സിയിലും ഇത് അടിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് ഫ്ലേവറിന് വേണ്ടി 3 അല്ലി ഗാർലിക്കും പാകത്തിനുപ്പും കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചില്ലി ഗാർലിക് മിക്സൊക്കെ നന്നായി തന്നെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ ചേർത്ത് 2 ബോയിൽഡ് എഗ്സ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. തയ്യാറാക്കിയ ചില്ലി ഗാർലിക് മിക്സ് കൂടെ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും ലൈറ്റായിട്ടൊന്ന് പാൻ ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്.
നമ്മുടെ എഗ്ഗൊക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് പെട്ടെന്നൊരു ഡ്രസ്സിങ് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. യോഗേർട്ടിന് പകരമായിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. അതുമല്ലെങ്കിൽ പുളി കുറഞ്ഞ നല്ല കട്ട തൈരും എടുക്കാവുന്നതാണ്. പാകത്തിനൊപ്പം കുറച്ച് മല്ലിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒറിഗാനോടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡയറ്റ് സ്പെഷ്യൽ ഒരുപാട് സാലഡ് റെസിപ്പീസ് പ്ലസ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സിങ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. സാലഡിന് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യുക്കമ്പർ, ടൊമാറ്റോ, ബോയിൽഡ് കോണ്, ക്യാപ്സിക്കം ഒക്കെയാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാൻ ഗ്രിൽ ചെയ്തെടുത്ത ബോയിൽഡ് എഗ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കിയ ഡ്രസ്സിങ് കൂടെ ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമ്മുടെ സാലഡും ഡ്രസ്സിങ് കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ എഗ് സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഡിന്നർ എപ്പോഴും ലൈറ്റ് ആക്കാനും കൂടാതെ 7:30 മുന്നേ ഡിന്നർ ഫിനിഷ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതേപോലെ ഹൈ പ്രോട്ടീൻ സാലഡ് കഴിക്കുമ്പോൾ വയറ് കൂടുതൽ നേരം നിറഞ്ഞിരിക്കാനും രാത്രിയിലെ ഹെവി ഫുഡ് കഴിക്കുന്നതിന് പകരമായിട്ട് ലൈറ്റ് പ്രോട്ടീൻ മീൽസ് ഡൈജഷൻ സ്മൂത്ത് ആക്കാനും ഫാസ്റ്റ് വെയിറ്റ് ലോസിനും ബെറ്റർ ചോയ്സ് കൂടിയാണ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് 938 കാലറിയിലുള്ള ഒരു 1 ഡേ സിമ്പിൾ എഗ് ഡയറ്റ് പ്ലാൻ ആയിരുന്നു. എഗ്ഗ് മാത്രം കഴിക്കാതെ ഇത്തരത്തിൽ ബാലൻസ്ഡ് ഡയറ്റ് ആക്കി ലൈക്ക് സീസണൽ ഫ്രൂട്ട്സ്, വെജീസ്, പൾസസ് ഒക്കെ ഉൾപ്പെടുത്തി അതോടൊപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഡു സം എക്സസൈസ്, ധാരാളം വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുകൂടി ചെയ്താൽ വെയിറ്റ് ലോസ് ഈസി ആക്കാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.